ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിനി സ്റ്റീം പവർഡ് ജനറേറ്റർ. അതായത് നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ 5ാം ക്ലാസ് ഒരു പ്ലസിലുള്ളവർക്കൊക്കെ നമ്മുടെ ഈ പ്രോജക്റ്റുകൾക്കും എക്സിബിഷനുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീം പവർഡ് ജനറേറ്റർ. അതായത് ഈ നമ്മുടെ ഈ വെള്ളത്തിന് നീരാവിയാക്കിക്കൊണ്ട് ആ സ്റ്റീമിനെ ഉപയോഗിച്ച് നമ്മളൊരു ജനറേറ്റർ, അതായത് മോട്ടർ ഇറക്കിച്ചുകൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് DC സർക്യൂട്ട് ചെറിയ രീതിയിലുള്ള ലൈറ്റൊക്കെയുള്ള കത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ അവിടെ ഒരു ഫ്രണ്ട്സ്, നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു വി ബോർഡ് അല്ലെങ്കിൽ ആസ്പെറ്റോസിൻ്റെ ഒരു വി ബോർഡാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ 2 സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അത് PVC കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പണ്ടൊക്കെ ചെറിയ PVC ഒരു സൈഡ് കട്ട് ചെയ്ത് അതിനകത്തേക്ക് കെട്ടുകമ്പ് ഇട്ട് എടുത്തിരിക്കുകയാണ്. അതേപോലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും സ്റ്റാൻഡായാലും മതി. കമ്പിന് വി പോലിരിക്കുന്ന കമ്പിൻ്റെ സ്റ്റാൻഡായാലും മതി. ഇതേപോലെ നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. 2 ഒരേപോലെ തന്നെയാണ്. പിന്നെ ഒരെണ്ണം വേറൊരു സാധനത്തിൻ്റെയാണ് മാത്രം. ഇനി നമുക്കൊരു ക്യാൻ വേണം. അത് പെയിൻറ്റ് ക്യാനോ പെപ്സി കൊക്കോള ക്യാനോ എടുക്കണം. അതിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലെ 1/2 ഇഞ്ചിൻ്റെ ഒരു ഹോൾട്ട് എടുക്കണം. പിന്നെ ഒരു മിനി മോട്ടർ വേണം. പിന്നെ ഒരു 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് വേണം. ഈ ക്യാൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഒരു ഹോൾ ഇട്ടെടുക്കണം. അതിനകത്തേക്ക് നമ്മുടെ ഈ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇറങ്ങിയിരിക്കണം, സ്ക്വയർ ട്യൂബ്. നമുക്കിനി നേരത്തെ ഉണ്ടാക്കിയ 2 സ്റ്റാൻഡും നമ്മുടെ ആസ്പെറ്റോസിൻ്റെ പ്ലെയിൻ ഷീറ്റ്, അതായത് വി ബോർഡിൽ ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ തെർമോക്കോളും പെട്രോളും കൊണ്ടുണ്ടാക്കിയ പശയാണ്. ആ പശയുടെ വീഡിയോയിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണേണ്ടവർ തറയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി കാണുക. ആ പശ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. കാർബോർഡൊക്കെ ഒട്ടിക്കാൻ നല്ലതാണ്. അത് വെച്ചാണ് നമ്മളിവിടെ ഒട്ടിക്കുന്നത്. സംഭവം അതിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗ്ലൂഗണിൻ്റെ അത്രയും കട്ടിയും കിട്ടും, നല്ല പവറുമാണ്. പിന്നെ ഇച്ചിരി ഒട്ടിയെടുക്കാൻ താമസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അതിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ തേച്ചതുപോലെ ഒട്ടിക്കുക. അത് നമ്മളെ ക്യാനിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മളിത് ഒട്ടിക്കാൻ. 2 സൈഡിലായിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. ക്യാനിൻ്റെ വലിപ്പത്തിന് 2 സൈഡും ആയിട്ടിരിക്കണം. ഒട്ടിച്ചെടുക്കുക. 2 ഒട്ടിച്ചെടുക്കണം. 2 ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പുട്ടി എടുക്കാം. പുട്ടി അല്ലെങ്കിൽ സിമെൻറ്റോ MCയിലോ ഉപയോഗിക്കാം. അവിടെ പുട്ടി ഉണ്ടായിട്ട് പുട്ടി എടുക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയർ ട്യൂബ് നമ്മുടെ പെയിൻറ്റ് പാത്രത്തിലോട്ട് ഇറക്കി വെക്കാനൊക്കും. നമ്മൾ അതേപോലെ കുഴച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കട്ടി പഴുവത്തി ഇരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ പെയിൻറ്റ് പാട്ടയും നമ്മുടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ട്യൂബുമായിട്ട് നമുക്ക് ഘടിപ്പിച്ചെടുക്കാം. 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് അതായിട്ട് നമുക്ക് ചേർത്ത് എടുക്കാം. ഇതേപോലെ കുറച്ചിറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പൊട്ടിയിട്ടെടുക്കാം. പൊട്ടി തേച്ചെടുക്കാം സൈഡിലെല്ലാം. ഒട്ടും എയർ ഹോളൊന്നും കാണല്. അതിൽ നമ്മൾ ഈ ക്യാനകത്ത് ഉണ്ടാകുന്ന സ്റ്റീം പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് എയർ ടൈറ്റായിട്ട് തന്നെ അടച്ചെടുക്കണം. അങ്ങനെ എയർ ടൈറ്റായിട്ട് മൊത്തത്തിൽ ഫുള്ളി അടച്ചെടുക്കുക. അപ്പുറവും ഇപ്പുറവും തേക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഫുള്ളി എയർ ടൈറ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ മൊത്തം ആ സ്ക്വയർ ട്യൂബിന് ചുറ്റും മൊത്തം തേച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തേച്ചെടുക്കുക. നമുക്ക് ഇതേപോലൊരു ഫോയിൽ വേണം. ഫോയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പെയിൻറ്റ് പാട്ടയുടെ തന്നെ അടപ്പിൻ്റെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു കോമ്പസ് ഉപയോഗിച്ച് സർക്കിളിൻ്റെ രൂപത്തിൽ വരച്ചെടുക്കുക. ഇതിനകത്തൊരു പെൻസിലിന് സർക്കിൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നിട്ട് നമ്മൾ ആ സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. സർക്കിൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഫോയിൽ എടുക്കുന്നത് നമുക്ക് പ്രൊപ്പല്ലറായിട്ട് ഉപയോഗിക്കാനാണ്. ഇത് പ്രൊപ്പല്ലറായിട്ട് ഉപയോഗിച്ച് വേണം നമുക്ക് മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിനകത്ത് കുറേ ഷാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഈ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാഫ്റ്റ്
ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തത് കൊണ്ട് ഷാഫ്റ്റ് ആക്കി എടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുക. ആ ഹോള് കട്ടായി പോയില്ല. ആ ഹോളിലാണ് നമ്മൾ ഷാഫ്റ്റ് ഇറക്കി വെച്ച് ഒട്ടിക്കാൻ പോകും. അത് നമ്മൾ ആദ്യം ഒരു ഹോൾ ഇട്ടെടുക്കണം. നമ്മൾ സ്ക്രൂ ഡ്രൈവറോ എല്ലാം വെച്ചിട്ട് എടുത്താൽ മതി. കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി പോകും, മോട്ടർ ഇരിക്കത്തില്ല, ലൂസായി പോകും. അങ്ങനെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഷാഫ്റ്റ് പോലെ ഇങ്ങനെ ഓരോ ബ്ലേഡ് പോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വളച്ചെടുക്കണം. ചെറിയൊരു വളവ് മതി, ഒരുപാട് വളയ്ക്കണ്ട. ചെറിയൊരു വളവിൽ വളച്ചെടുക്കുക, എന്നാലേ എയറിനെ പിടിച്ച് കറങ്ങത്തുള്ളൂ. ഇനി നമുക്ക് ഈ മോട്ടറിലേക്ക്, നമ്മൾ ആദ്യം എടുത്ത് DC മോട്ടറിലേക്ക് ഈ ഷാഫ്റ്റ് വെച്ച് പിടിപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഗ്ലൂ ചെയ്യാം, അല്ലെങ്കിൽ റീഫില്ലറൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. നമ്മളല്ലാതെ തന്നെ വെച്ചിട്ട് അതിനകത്തേക്ക് ഗ്ലൂ ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് PVCയുടെ നമ്മളെ ഈ വയറിംഗ് പൈപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് സ്റ്റാൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. സ്റ്റാൻഡ് ഇൻസുലേഷൻ ടേപ്പിന് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് മോട്ടർ അതിനകത്തേക്ക്. അത് PVCയുടെ 2 സൈഡ് കട്ട് ചെയ്ത് അതിനകത്തേക്ക് മോട്ടർ ഇറക്കി വെച്ചിട്ട് ടേപ്പ് ഒട്ടിച്ചേക്കുവാണ്. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും പോകാത്ത രീതിയിൽ ഇരിക്കും. എന്നിട്ട് നമ്മൾ ആ ബേസിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പെട്രോളും തെർമോക്കോളും ഉപയോഗിച്ചുള്ള വശയാണ്. വശയിലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി കാണുക. അത് നല്ലൊരു വശമാണ്, ഗ്ലൂ ഗണ്ണ് പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് മോട്ടറായിട്ടൊരു LED ഘടിപ്പിക്കാം. അതിനായിട്ട് നമ്മളൊരു LED എടുത്തിട്ടുണ്ട്. ആ LED 2 വയർ നമുക്ക് ഈ മോട്ടറിൻ്റെ ഓരോ സൈഡിലായിട്ട് ഘടിപ്പിച്ചെടുക്കാം. പച്ചമര നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചടപ്പെടുത്ത് അടയ്ക്കാം. അത് നമ്മൾ നല്ല ടൈറ്റായിട്ട് അടയ്ക്കണം. അങ്ങനെ വെച്ചാൽ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. തീ കൊടുത്ത് കുറേ നേരം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ടർബൈൻ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ടർബൈൻ കറങ്ങുന്നത്. നിന്നാണ് കറങ്ങുന്നത്, കാരണം സ്റ്റീമിന് പവറില്ല. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ നല്ലപോലെ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കത്തുന്നുണ്ട്, പക്ഷേ ലൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ സ്റ്റീം പവർഡ് ജനറേറ്റർ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് DC വർക്ക് ചെയ്യാത്തതുകൊണ്ട് ചെറിയ ലൈറ്റുകളൊക്കെ കത്തത്തുള്ളൂ. നമ്മൾ വലുതൊന്നും പറയുന്നില്ല, ചെറിയ ലൈറ്റുകളൊക്കെ അതല്ലേ വലിയ മോഡൽ ചെയ്യണം. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഈ ക്യാൻഡിലൊക്കെ ഉണ്ടല്ലോ, തറ വീണ് തീ എത്താമെന്ന് ശ്രദ്ധിക്കണം. അതേ ഉള്ളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും വീഡിയോ കാണാം. എൻ്റെ പ്രതീക്ഷയിൽ ഇസ് മീ മാഹി സൈനിങ് ഔട്ട്.